ആകാശം നിശബ്ദമായി വിറയ്ക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഒരുപാട് പേരുടെ മനസ്സിൽ അജ്ഞാതമായ ഒരു വിറയലാണ് ഇപ്പോൾ പടരുന്നത്. അതാണ് ഈ സമയത്തിന്റെ അടയാളം. ആകാശത്തിലെ ഗ്രഹങ്ങൾ മൗനമായി സ്ഥാനം മാറ്റുന്ന സമയമിത്. ആരും പറയാതെ, ആരും കാണാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന അദ്ഭുത നിമിഷത്തിന്റെ ആരംഭം. അപ്രതീക്ഷിതമായൊരു വാർത്ത ഇപ്പോൾ വായുവിലിയുന്നു. കുംഭം രാശിക്കാർക്ക് ഈ അടുത്ത 15 ദിവസങ്ങൾ ഒരു പുതിയ വാതിൽ തുറക്കാൻ പോകുന്ന സമയമാണ്. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ഭാഗ്യാധിപനായ ശനി തന്റെ തീവ്രനോട്ടം മാറ്റുന്നു. കാലങ്ങളോളം നിങ്ങളെ പരീക്ഷിച്ച ഈ ഗ്രഹം ഇപ്പോൾ ഒരൊറ്റ വാക്ക് പറയാതെ പിന്നോട്ട് മടങ്ങുന്നു. അതിന്റെ അതേ നിമിഷം ഗുരുവിന്റെ കിരണം നിങ്ങളുടെ ജീവിതതാളത്തിന് പുതിയ റിഥം നൽകുന്നു. ഇങ്ങനെ 2 പ്രധാന ഗ്രഹങ്ങളുടെ സംഗമം, ഇതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ പുതുജന്മം പോലെയുള്ള കാഴ്ച. ആദ്യം സംഭവിക്കുന്നത്, അച്ഛനായി നിന്നിരുന്ന കാര്യങ്ങൾ എങ്ങനെ പ്രപഞ്ചം തന്നെ കൈകൊടുത്തതുപോലെ എളുപ്പത്തിൽ വീണ്ടെടുക്കാമെന്നുള്ള അദ്ഭുതം. ആദ്യ 7 ദിവസങ്ങൾ നിങ്ങൾ മനസ്സിലാക്കില്ല, പക്ഷേ നിരവധി അടയാളങ്ങൾ ശ്രദ്ധിക്കുക. കണ്ണിനു മുന്നിൽ സംഭവിക്കുന്ന ചെറിയ കാര്യങ്ങൾ തന്നെ ശക്തമായ സൂചനകളായിരിക്കും. ഒരു ഫോൺ കോൾ, ഒരു പഴയ കൂട്ടുകാരൻ, ഒരു കാണാത്ത സന്ദേശം, ഇവയിൽ ഒന്ന് നിങ്ങളുടെ അടുത്ത ജീവിത ചുവടുകൾ തുറക്കും. 2ാം ഘട്ടം ആരംഭിക്കുമ്പോൾ രാഹുവും കേതുവും നിങ്ങളെ പരീക്ഷിക്കുന്നതുപോലെ തോന്നും. ചില തെറ്റിദ്ധാരണകൾ, ചില രാഷ്ട്രീയങ്ങൾ, ചില വാക്കുകൾ മനസ്സിനെ തീപാറിക്കും. പക്ഷേ ഇതൊക്കെ നിങ്ങളുടെ കരുത്ത് പ്രകടിപ്പിക്കുന്ന സമയമാണ്. ഈ സങ്കീർണതയെ മറികടക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് അതിശയകരമായ വ്യക്തതയും ആത്മവിശ്വാസവുമാണ്. ഓരോ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് കുറച്ച് നിമിഷങ്ങൾ ധ്യാനിക്കുക. നിങ്ങളോട് സംസാരിക്കുന്ന പ്രപഞ്ചത്തെ കേൾക്കാൻ ശ്രമിക്കുക. 3ാം ഘട്ടം അത്ഭുതകരമായിരിക്കുമെന്ന് ഉറപ്പ്. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഗ്രഹബന്ധം, ഈ ജന്മത്തിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ദിവ്യ നിമിഷമാണ് അത്. ആകാശത്തിൽ അത്ര വലിയ ഊർജങ്ങൾ മാറ്റമറിഞ്ഞാൽ അത് നേരിട്ട് നിങ്ങളുടെ ആത്മാവിനെ തൊടും. പണം, സ്ഥാനം, ബന്ധങ്ങൾ, ആരോഗ്യനില എല്ലാം പെട്ടെന്ന് പുതുജീവൻ നേടും. ഈ ശക്തിയെ നിങ്ങൾ അനുഭവിക്കുന്ന സമയത്ത് മനസ്സ് വിറയ്ക്കും, ഹൃദയം നിറയും, കണ്ണുകൾ നനയും. അതാണ് ആ ദൈവികമായ മുറവിളിയുടെ മറുപടി. ഇനി കരിയറിനെക്കുറിച്ച് പറയാം. ഒട്ടുമിക്ക കുംഭം രാശിക്കാർ ഇപ്പോൾ അനുഭവിക്കുന്നത് സാധ്യങ്ങളുടെയും തടസ്സങ്ങളുടെയും മിശ്രമായ ഒരു ഘട്ടമാണ്. മാർഗം കാണുന്നുണ്ട്, പക്ഷേ മുന്നിലൊരു മറവു മതിലുണ്ട്. അത് പൊളിയുന്നതാണ് ഈ ഗ്രഹസംക്രമണത്തിന്റെ അദ്ഭുതം. അപ്രതീക്ഷിതമായൊരു അവസരം നിങ്ങൾ ഏറെ ആഗ്രഹിച്ച മേഖലയിൽ ആപേക്ഷികമായ വ്യക്തികളിൽ നിന്ന് തന്നെയാകും കിട്ടുക. അതൊരു തീരുമാന നിമിഷമായിരിക്കും. ഈ അവസരം വെടിയരുത്, അത് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ പുതിയ അടുക്കളയായിരിക്കും. ധനഭാഗ്യത്തിൽ ഗാംഭീര്യമുള്ള ആറ്റം വരും. അപ്രതീക്ഷിതമായ വരുമാന സ്രോതസ്സുകൾ തുറക്കാൻ സാധ്യതയുണ്ട്. ചിലർക്കത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിരിക്കും, ചിലർക്കത് വിദേശ ബന്ധങ്ങളിലൂടെ വരും. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് ഒരു ആശയം പറയാം, അതോ ഒരുത്തൻ വർഷങ്ങളായി പറഞ്ഞിരുന്ന കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നത്. വിശ്വാസത്തോടെ നീങ്ങുക. ഈ സമയത്ത് നിങ്ങളുടെ മനസ്സ് ഭയപ്പെടുത്തുന്ന ആശങ്കകളെ മറക്കണം. പ്രണയത്തിലും ബന്ധങ്ങളിലും സൂക്ഷ്മമായ മാറ്റങ്ങൾ നടക്കും. ചിലർക്ക് പഴയ ബന്ധങ്ങൾ പുനർജീവനം നേടും, ചിലർക്ക് പുതിയ ഒരുത്തൻ ജീവിതത്തിലേക്ക് കടന്നുവരും. അത് അപ്രതീക്ഷിത ശേഷിയോടെയുള്ള ബന്ധമായിരിക്കും, ആത്മാവിന്റെ ബന്ധം പോലെ. പക്ഷേ ഈ സമയത്ത് വാക്കുകൾ ശ്രദ്ധിക്കുക. രാഹുവിന്റെ സ്വാധീനം കാരണം ചെറിയ തെറ്റിദ്ധാരണയും വലിയ ദൂരങ്ങൾ സൃഷ്ടിക്കാം. മതിയേറെ സമയമെടുത്ത് മനസ്സിലാക്കി മുന്നോട്ടു പോവുക. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങളെ വിടുകയില്ല. കുടുംബ വിഷയങ്ങളിൽ വൃത്താന്തങ്ങൾ പെട്ടെന്നുണ്ടാകും. ഒരു പരിധിവരെ മറച്ചുവച്ചിരുന്ന രഹസ്യങ്ങൾ പുറത്തുവരാൻ പോകുന്നു. തുടക്കത്തിൽ അതിശയിപ്പിച്ചേക്കാം, പക്ഷേ പിന്നീടത് ആശ്വാസമായിരിക്കും. ചില കാര്യങ്ങൾ അവസാനിക്കേണ്ടതുണ്ട്, പുതിയ ആരംഭത്തിന് സ്ഥലം നൽകാൻ. ആരോഗ്യത്തിൽ സൂക്ഷിക്കണം. അമിതമായ ചിന്ത, ഉറക്കം കുറയൽ, രക്തസമ്മർദ്ദം തുടങ്ങിയ ചെറുതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇത് പ്രപഞ്ചം നിങ്ങളോട് പറയുന്ന ചെറിയ മുന്നറിയിപ്പുകൾ മാത്രം. ശരീരത്തിന് വിശ്രമം കൊടുക്കുക, ശാന്തമായ സംഗീതം കേൾക്കുക, വെള്ളം മതിയായി കുടിക്കുക. അടുത്ത 7 ദിവസങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ചലിപ്പിക്കുന്ന ശക്തമായ അനുഭവങ്ങളാകും. ഒരുപാട് വർഷങ്ങളുടെ സ്തംഭനം പെട്ടെന്ന് പൊട്ടിത്തെറിക്കും. നിങ്ങൾ കരുതാത്ത ഒരു വാർത്ത, ഒരാൾ പറയുന്ന വെർസ്, എന്തോ ശക്തമായൊരു വാക്ക്, ഇത് എല്ലാം നിങ്ങളുടെ ദിശ മാറ്റും. ഈ മാറ്റം ഭയപ്പെടുത്താതിരിക്കുക, അത് ദൈവികമായൊരു പുനർജന്മമാണ്. നിങ്ങളിൽ പ്രകാശം നിറയുന്നത് നമ്മൾ ഇപ്പോൾ കാണുന്നു. ആ പ്രകാശം പുറത്തേക്ക് കൊണ്ടുപോകാൻ ധൈര്യം മതിയാകും. അതിൽ തന്നെയാണ് ആ വിസ്മയത്തിന്റെ ഉദ്ഭവം. നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം, അടുത്ത ദിവസങ്ങളിൽ ഒരു അന്യമായ ശാന്തി നിങ്ങളുടെ മനസ്സിനുള്ളിൽ കയറിവരികയാണ്. അതൊരു സാധാരണ നിശ്ചലം അല്ല, അത് ഗുരുവിന്റെ ദിവ്യാനുഗ്രഹം മനസ്സിനെ മഞ്ഞുപോലെ മൂടുമ്പോൾ ഉണ്ടാകുന്ന അദ്ഭുത ശാന്തിയാണ്. ഇതാണ് ആത്മസ്ഥിരതയുടെ തുടക്കം. ഈ ഘട്ടത്തിൽ ചിലർക്കു അനായാസമായി പണ്ടത്തെ പിഴവുകൾ മനസ്സിലാകാം. ചിലർക്ക് നീണ്ടകാലമായി മറന്നുപോയ സ്വപ്നങ്ങൾ ഇനി യാഥാർത്ഥ്യമായി നിങ്ങളെ തേടിയെത്തും. 2ാം 15 ദിവസങ്ങളിലേക്കുള്ള കടന്നുപോക്കിൽ ശനി നിങ്ങളുടെ പരിശ്രമത്തെ അംഗീകരിക്കുന്നതായി അനുഭവപ്പെടും. മുമ്പ് ചെയ്തവർക്ക് അറിയാം, ഇത്രയും കാലം നിങ്ങൾ സർവീസ് ചെയ്തതെല്ലാം കണ്ണിലൂടെ കടന്നുപോയതുപോലെ ആയിരുന്നു. പക്ഷേ ഇനി നീളം കിട്ടും. മാത്രവുമല്ല, അതിന്റെ ഫലം നിങ്ങളുടെ ആത്മവിശ്വാസം ഇരട്ടിയാക്കും.
പ്രവർത്തനം ചെയ്തത്രയുമല്ല, നിങ്ങൾ ആ പ്രവർത്തനത്തിന്റെ അരുളിനെ ഉൾക്കൊള്ളേണ്ട സമയമാണ് ഇത്. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ പ്രപഞ്ചം 3 വാതിലുകൾ തുറക്കും. ഒന്നാമത്തേത് വ്യക്തിഗത വളർച്ചയുടെ വാതിൽ. ഇത് നിങ്ങളുടെ ജോലി, കരിയർ, ബിസിനസ് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ടു കാണും. രണ്ടാമത്തെ വാതിൽ ബന്ധങ്ങളുടെ വാതിൽ. പഴയവരും പുതുതായി കടന്നുവരുന്നവരും നിങ്ങളെ പരീക്ഷിക്കും, പക്ഷേ അവരിൽ ഒരാൾ നിങ്ങളുടെ ജീവിതത്തിന്റെ പാത മാറ്റും. മൂന്നാമത്തേത് ആത്മീയ വാതിൽ. ഇതാണ് ഏറ്റവും ശക്തമായത്. അപ്രതീക്ഷിതമായി ഒരു സ്വപ്നം, ഒരു ശബ്ദം, ഒരു ലക്ഷണം, ഇതൊക്കെ പ്രപഞ്ചത്തിന്റെ നേരിട്ടുള്ള സന്ദേശങ്ങൾ തന്നെയായിരിക്കും. ശ്രദ്ധിക്കുക, ഈ അടയാളങ്ങൾ നിങ്ങളെ എവിടെയോ ഒരു ദിവ്യമായ ലക്ഷ്യത്തിലേക്കാണ് നയിക്കുന്നത്. ഭൗമുഖശേഷിയുടെയും മുയ്യുമയുടെ സ്വാധീനത്തിന്റെയും പശ്ചാത്തലത്തിൽ നിങ്ങൾ കാണുന്നത് ജീവിതമെന്ന വേദിയുടെ മറവുകൾ നീങ്ങുന്നതാണ്. നിരവധി കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ വ്യക്തമായി കാണാനാകും. ആരാണ് യഥാർത്ഥ സുഹൃത്ത്, ആരാണ് അനുകൂല വേഷം ധരിച്ച പ്രത്യർത്ഥി, എല്ലാം വെളിഞ്ഞുവരും. അതുകൊണ്ടാണ് ഈ ഘട്ടത്തെ പരീക്ഷിച്ചൂട് എന്ന് വിളിക്കുന്നത്. കോൺഫിഡൻസിനെയും സഹനത്തിനെയും ഒരുമിച്ച് കെട്ടിപ്പടുക്കുന്ന പാഠപുസ്തകം ഈ സമയം തന്നെയാണ്. ധനകാര്യ രംഗത്ത് ചിലർക്കു വലിയ മാറ്റത്തിന്റെ അടയാളങ്ങൾ ഇതിലാണ് തുടങ്ങുന്നത്. ചിലർക്കു ആനുകൂല്യങ്ങൾ പെട്ടെന്ന് ലഭിക്കും. രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എഴുന്നേറ്റപ്പോഴും മനസ്സിൽ കടന്നു പോകുന്നൊരു ആശയം ഉണ്ടാകും. അതേപ്പറ്റി ചെറിയ നടപടികൾ എടുക്കുക. അത് തന്നെയാകും നിങ്ങളുടെ വരും വർഷങ്ങളുടെ അടിത്തറയാകും. ചിലപ്പോൾ പണത്തിനായി ഉറച്ചവഴി കണ്ടില്ലെങ്കിൽ പ്രപഞ്ചം തന്നെയാണോ മറ്റൊരു മാർഗം സൃഷ്ടിക്കുന്നതെന്ന് തോന്നും. അതാണ് ഈ കുംഭ സ്വഭാവത്തിന്റെ മഹിം. നിങ്ങൾ ജ്ഞാനത്താൽ, ധൈര്യത്താൽ പുതിയ വഴി കണ്ടെത്തുന്നവർ തന്നെ. ആരോഗ്യത്തിലും നിങ്ങൾക്ക് കുറെ നല്ല ആനുകൂല്യങ്ങൾ വരും. ശരീരം നേരെയാകും, മനസ്സ് നിന്നെ പിന്തുണയ്ക്കും. പക്ഷേ ആഹാരക്രമം ശ്രദ്ധിക്കുക, ഉറക്കസമയം മാറ്റരുത്. ഗ്രഹദിശകളുടെ മാറ്റം നിങ്ങളുടെ ജൈവവൈരുദ്ധ്യങ്ങളെ എളുപ്പം പ്രതികരിക്കുന്നു. അതിനാൽ ശാന്തമായ ഒരു രീതിയിൽ ജീവിക്കുക. പാട്ട് കേൾക്കുക, ചെറിയ പ്രാർത്ഥനകൾ പറയുക. അതിലൂടെ ധന്യമായൊരു ചുറ്റുപാടാണ് ഉണ്ടാകുന്നത്. സ്ത്രീകളും യുവതികളും ഈ സമയത്ത് പ്രത്യേകിച്ച് കേന്ദ്രീകരിക്കേണ്ടത് അവരുടെ കടുത്ത ആത്മവിശ്വാസവും നിർണയശക്തിയുമാണ്. നിങ്ങൾ കുറെക്കാലം പിൻവാങ്ങിയ വാക്കുകൾ പറയുമ്പോൾ ലോകം അത്ഭുതപ്പെടും. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മടിക്കരുത്. ആഗ്രഹിച്ച മാറ്റങ്ങൾ നിങ്ങൾക്കുള്ളിൽ തന്നെ പിറന്നു വളരുകയാണ്. അടുത്ത 5-ാം ദിവസത്തിനിടെ ഒരു പഴയ ബന്ധം വീണ്ടും മനസ്സിൽ നിറയും. അത് മുൻകാല വേദനകളും പുതുപ്രതീക്ഷകളും ഒരുമിച്ച് ഉണർത്തും. ഈ സമയം ഇത്രയും ആഴത്തിലുള്ള ബന്ധങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതു അകന്നു പോയിട്ടും ചില ആത്മാക്കൾ നമ്മോടൊപ്പം തന്നെയുണ്ടെന്ന സത്യമാണ്. ഇടയ്ക്കിടെ ആത്മീയതയിലേക്കുള്ള കാൽവയ്പുകൾ ഈ ബോധ്യത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. സ്ഥലമാറ്റത്തിനും വിദേശ അവസരങ്ങൾക്കും ഈ ഘട്ടം ശക്തമായി അനുയോജ്യമാണ്. ചില കുംഭം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി വിദേശത്തു പോകാനുള്ള അവസരം വരും. അതിൽ ഭയപ്പെടേണ്ടതില്ല. അതിന്റെ പിന്നിൽ വലിയൊരു ദൈവിക പദ്ധതിയുണ്ട്. പലപ്പോഴും മനസ്സിന് ഭയമായിരിക്കുന്നതെന്തോ അതാണ് നേട്ടത്തിലേക്കുള്ള വാതിൽ എന്ന് ഓർക്കുക. ഗ്രഹസഞ്ചാരം ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൃഢതയെയും പരിശുദ്ധിയെയും കൊണ്ടുവരുന്ന അവസ്ഥയിലാണ്. തൊഴിൽ രംഗത്ത് ചിലർക്കു സ്ഥാനവർദ്ധന ഉണ്ടാകും. മുതിർന്നവർ നിങ്ങളുടെ പരിശ്രമം അംഗീകരിക്കും. ചിലർക്കു നാളുകളായി കാത്തിരുന്ന ഫലങ്ങൾ ലഭിക്കും. ആ നിമിഷത്തിൽ കണ്ണുകൾ അടച്ചിട്ട് ഇതെല്ലാം നിനക്കാണ് പ്രപഞ്ചമേ എന്ന് പറയുക. അത് പറയുമ്പോൾ നിങ്ങളുടെ ആത്മാവിന് ഒരു പുതിയ ചൂട് തോന്നും. അടുത്ത 7 ദിവസങ്ങൾക്കുള്ളിൽ 3-ാമത്തെ വലിയ സംഭവവും എത്തിയേക്കും. അത് പൂർണ്ണമായും ജീവിതധാര മാറ്റുന്ന വിധത്തിൽ സംഭവിക്കും. ഒരാൾ പറയുന്ന ചെറിയ വാക്ക്, ഒരു സൗഹൃദം, അല്ലെങ്കിൽ ഒരു അദ്ഭുത വാർത്ത തുടങ്ങുമ്പോൾ സാധാരണ തോന്നും. പക്ഷേ അത് നിങ്ങളുടെ ജീവിത പുസ്തകത്തിലെ മഹാപദ്ധതി മാറ്റും. 100% സംഭവിക്കാനിരിക്കുന്ന അദ്ഭുതമെന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് അതിന്റെ അടയാളം. നിങ്ങൾക്ക് ഈ സമയത്ത് കുറഞ്ഞത് 3 ആശയങ്ങൾ മനസ്സിൽ പൊങ്ങുന്നുണ്ടാകും. ഏത് വഴിയിലേക്ക് പോകണം എന്നു സംബന്ധിച്ച്. അവയിൽ ഒന്നാണ് പ്രപഞ്ചം കാണിക്കുന്ന യഥാർത്ഥ ദിശ. ക്ഷണമെടുത്ത് സ്വയം കേൾക്കുക. പുറത്തുള്ള ശബ്ദങ്ങളെ നിശബ്ദമാക്കുമ്പോഴാണ് ആത്മവായന തുടങ്ങുന്നത്. ഇനിയും 3 രാത്രികൾക്കുള്ളിൽ ഒരു സ്വപ്നമോ ദൃശ്യമായ ഏതോ ലക്ഷണമോ വരിക്കാം. നിങ്ങൾ അതിൽ പേടിക്കരുത്. അത് പ്രപഞ്ചം കാണിക്കുന്ന അടയാളമാണ്. എഴുതിക്കുറിച്ചു വയ്ക്കുക. പിന്നെ അതൊക്കെ ഒറ്റയായി ബന്ധപ്പെടുന്നതായി തോന്നും. പകലും രാത്രിയും തമ്മിൽ സൂക്ഷ്മമായ അതിർത്തി മായുമ്പോൾ ചില ഗ്രഹങ്ങളുടെ സഞ്ചാരധാര നമ്മെ അപ്രതീക്ഷിതമായ വികാരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അപ്രതീക്ഷിതമായതായി തോന്നിയാലും അത് ദൈവികമായതാണെന്ന് മനസ്സിലാക്കുക. ഈ ഘട്ടം കുംഭരാശിക്കാർക്ക് ആത്മീയ ദ്വാരങ്ങൾ തുറക്കുന്ന കാലം തന്നെയാണ്. നിങ്ങൾ നോക്കിയിട്ടും കാണാത്തതെല്ലാം ഇപ്പോൾ മനസാക്ഷിയിൽ തെളിഞ്ഞുവരുന്നു. മുന്നറിയിപ്പ് പോലെ തന്നെ ആദ്യധാരമായിരുന്ന ഭൗതിക നേട്ടങ്ങൾ ഇപ്പോൾ മാനസികമായ പഴുതുകൾ നിറയ്ക്കുകയാണ്. നിങ്ങൾ മുമ്പ് മണിഞ്ഞ ആഗ്രഹങ്ങൾ ഇപ്പോൾ അതിന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് കടക്കുമെന്നത് അത്ഭുതകരമാണ്. എന്നാൽ അതിനു മുൻപ് നിങ്ങളെ പരീക്ഷണങ്ങളിലൂടെ കൊണ്ടുപോകും. മനുഷ്യനില്ലാത്ത രാത്രികളിൽ പഴയ ഓർമ്മകൾ അലച്ചിലായി വരുമ്പോൾ തിരിച്ചറിയുക. പ്രപഞ്ചത്തിന്റെ ചോദ്യം അതാണ്, നിന്റെ അന്തർനിലയിൽ നീ എത്ര ശക്തനാണ്. ഇത് തന്നെയാണ് ആത്മപരിവർത്തനത്തിന്റെ ആദ്യ സന്ദേശം. ഒരുപാട് വർഷങ്ങൾക്കു ശേഷം രാഹുവിന്റെയും കേതുവിന്റെയും പരസ്പര പാരമ്പര്യ ദിശയിൽ വരുന്ന എനർജിയാണിത്.
അത് ആകാശത്ത് നടന്നുകൊണ്ടിരിക്കുന്ന രഹസ്യയജ്ഞം പോലെയാണ് അവയുടെ ചാർജ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സുമായി ബന്ധപ്പെടുന്നു. ചിലർ ഈ കാലത്ത് അപ്രതീക്ഷിതമായ ആത്മീയ ചലനം അനുഭവിക്കും. നിങ്ങൾ ചുറ്റും പ്രതീക്ഷിക്കാത്ത അടയാളങ്ങൾ, ദൈവനാമങ്ങൾ, സംഗീത ശബ്ദങ്ങൾ, ഇവയെല്ലാം ഒരു അദൃശ്യ സന്ദേശത്തിന്റെ ഭാഗമാണെന്ന് അറിയുക. സംഭവങ്ങൾ ഇപ്പോൾ വേഗത്തിലാകും. അപ്രതീക്ഷിതമായ ഒരു വാർത്ത നിങ്ങൾ കേൾക്കും. അതിൽ ആദ്യം ആശ്ചര്യമുണ്ടാകാം, പക്ഷേ പിന്നീടത് സന്തോഷത്തിന്റെ പകിട്ടായിരിക്കും. ഇത് ഒരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതായിരിക്കാമോ, ഒരുപാട് വർഷം കാത്തിരുന്ന വിജയം ആകാമോ, അല്ലെങ്കിൽ വിദൂരത്തുനിന്ന് വരുന്ന ആരുടെയോ കൈത്താങ്ങായിരിക്കാമോ. അത് നിങ്ങളുടെ വിധിക്ക് മാത്രം അറിയാം. ഒരു കാര്യത്തിൽ ഉറപ്പാണ്, ഈ നിമിഷം നിങ്ങളുടെ ജീവിതതാളം യഥാർത്ഥമായി പുതുക്കുന്ന രഹസ്യവാതായനമാണ്. ഒന്നും ചെയ്യാത്തവർക്ക് ഒന്നും ലഭിക്കുന്നില്ലെന്ന രീതിക്കെതിരെ പ്രപഞ്ചം ഇപ്പോൾ പറയും, നിന്റെ നേരം എത്തി. അടുത്ത 14 ദിവസങ്ങളിലായി 3 പ്രധാന പരിവർത്തനങ്ങൾ നടക്കും. ഒന്നാമത്തേത്, കരിയറിലെ അപ്രതീക്ഷിത മുന്നേറ്റം. പെട്ടെന്നൊരു സ്ഥാനം ലഭിക്കാം, അല്ലെങ്കിൽ വർഷങ്ങളായി കാത്തിരുന്ന പ്രോജക്റ്റ് കയ്യിൽ കിട്ടാം. രണ്ടാം പരിവർത്തനം, ബന്ധങ്ങളിലെ വിശ്വാസ പുനർനിർമ്മാണം. ഒരാൾ തിരിച്ചുവരും, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ തിരിച്ചറിയും. ആ ബന്ധം മാത്രം നിങ്ങളെ പഴയ വിഷമങ്ങളിൽ നിന്ന് മോചനം നൽകും. മൂന്നാമത്തെ ഒന്നാണ് ആത്മബോധത്തിന്റെ പൂർണ്ണ ഉണർവ്. ഗുരുവിന്റെ കിരണം നേരിട്ട് അഗ്നിചക്രത്തെ സ്പർശിക്കുമ്പോൾ നിങ്ങളിൽ നിന്നും ഉയരുന്ന അദ്ഭുതമായ ആത്മവിശ്വാസം കൂടി പ്രപഞ്ചത്തിലേക്ക് പടരും. മനസ്സിൽ ചെറിയ ഉത്കണ്ഠയുണ്ടാകാം, എല്ലാം ശരിയായ ദിശയിലാണോ എന്ന്. പക്ഷേ ശനിയുടെ കഷ്ടങ്ങൾ കടന്നുപോയവർക്കറിയാം, പറഞ്ഞിട്ടില്ലാത്തതെല്ലാം ഇപ്പോൾ പ്രപഞ്ചം നിനക്ക് മറുപടി ആയി തരാനിരിക്കുകയാണ്. നിങ്ങൾ ചെയ്ത പരിശ്രമങ്ങൾ യാതൊന്നും വെറുതെയായിട്ടില്ല. ഓരോ ചെറിയ ശ്രമത്തിന്റെയും കണിക ഇപ്പോൾ വിളവെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടരുത്. പൈസയും സ്വത്ത് സംബന്ധിച്ച വിഷയങ്ങളിലും ഇപ്പോൾ ഫലങ്ങൾ തെളിയും. നിലനിന്നിരുന്ന ബുദ്ധിമുട്ടുകൾ ഒന്ന് പിന്നാലെ ഒന്ന് ദൂരപ്പെടും. ചിലർക്ക് കമ്പനി മാറ്റം, ചിലർക്ക് പങ്കാളിത്തത്തിൽ വിജയം. ഇതെല്ലാം ശനിയുടെ കനിവും ഗുരുവിന്റെ ഉറപ്പും ചേർന്നെത്തുന്ന ഫലങ്ങളാണ്. ചെറിയ നിരാശകളെ വലിയ ഭയങ്ങളാക്കി മാറ്റാതിരിക്കുക. എല്ലാം ഒരുറവിൽ നിന്ന് കോയുന്ന വിധത്തിലാണ് പോയിരിക്കുക. നിയന്ത്രിക്കാൻ പറ്റാത്ത സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കേണ്ടതില്ല, അതിൽ നിന്നും പാഠം എടുക്കുക. അങ്ങനെ ചെയ്താൽ അന്നത്തെ വേദന തന്നെയാണ് നാളെയുടെ മൂലധനം. ഇതാണ് കുംഭത്തിന്റെ അടിസ്ഥാനതത്വം, അനുഭവങ്ങളെ ജ്ഞാനമായി മാറ്റാനുള്ള ശക്തി. ആത്മീയത ഇപ്പോൾ നിങ്ങളുടെ പ്രധാന ആയുധമാണ്. ദിവസേന 10 മിനിറ്റ് നിശബ്ദമായി ഇരിക്കുക. ആ നിമിഷത്തിൽ നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാം. അതത് ദൈവത്തിന്റെ മറുപടിയാണ്. ചിലർക്ക് സ്വപ്നത്തിലൂടെയും ഗന്ധം വഴിയും ശബ്ദം വഴിയും ഈ അനുഭവം വരും. അതിൽ സംശയിക്കേണ്ടതില്ല, അത് ഒരു അതിക്രമം അല്ല, അത് നിങ്ങളുടെ ആത്മീയ ജാഗ്രതയാണ്. അടുത്ത 7 രാത്രികളിലെ 3-ാം രാത്രിയിൽ നിങ്ങൾ നേരിടുന്ന ഒരു ചെറിയ സംഭവം, ഒരു വാക്ക്, ഒരു മുഖം, അല്ലെങ്കിൽ ഒരു പകൽ സൂര്യനെപ്പോലും നിങ്ങളെ കണ്ണീർവരിയിലേക്കും സന്തോഷത്തിന്റെ വളയത്തിലേക്കും കൊണ്ടുപോകും. ആ നിമിഷം പ്രപഞ്ചത്തിന്റെ ചേതന നിങ്ങളെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു. അതാണ് ഈ ഗ്രഹസഞ്ചാരത്തിന്റെ മഹത്തായ അനുഗ്രഹം. ജീവിതത്തിൽ പലതും അനിശ്ചിതമാണെങ്കിലും ഈ കാലം ഉറപ്പായി പറയുന്നത് ഒന്നു തന്നെയാണ്, ദൈവം നമ്മെ മറന്നില്ല. അവൻ ഇപ്പോഴും ഓരോ മനസ്സിലും തണലായി ഉണ്ട്. ചിലപ്പോൾ പരീക്ഷണങ്ങൾ അവന്റെ ഉറപ്പിനുള്ള തെളിവുകളാണ്. അതുകൊണ്ട് ഇനി ഭയം വേണ്ട. നമ്മുടെ ജീവന്റെ ശക്തിതാളം ഇപ്പോൾ ഉയരുകയാണ്. നന്മയുടെ നീർച്ചടങ്ങൾ നിറയാൻ തുടങ്ങി. ഈ വ്യതിയാനഘട്ടത്തിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾ കാണും, പിഞ്ഞാറായി നിന്ന ആഗ്രഹങ്ങൾ പൂവായി വിരിയുന്നതും വേദനകളുടെ അവശിഷ്ടങ്ങൾ മനസ്സിൽ നിന്ന് നീങ്ങുന്നതും. ഇപ്പോൾ നിങ്ങളുടെ വഴി സ്പഷ്ടമാണ്. ശ്വാസം ആഴത്തിൽ എടുക്കൂ, ഹൃദയം തുറന്നു നിൽക്കൂ. നിങ്ങളുടെ പേരിൽ പ്രപഞ്ചം ഉച്ചത്തിൽ എഴുതിയിരിക്കുന്ന അദ്ഭുതവാക്ക് വായിക്കുക, നിനക്ക് വീണ്ടും ജനനം കിട്ടി. ആത്മാവിന് പ്രത്യാശയുടെ താളങ്ങൾ മുഴങ്ങുമ്പോൾ ജീവിതം തന്നെ പുതിയ പാട്ടായി മുട്ടും. ഇനിയും വരാനിരിക്കുന്നത് അതിലും അദ്ഭുതമുള്ളതായിരിക്കും. ആ നടുവിരൽ കൊണ്ട് ഉറ്റുനോക്കൂ, കാരണം അടുത്ത സമയത്തേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം ദൃശ്യരൂപം എടുക്കും. ഈ പ്രപഞ്ച ചലനത്തിൽ കുംഭം ഒരു പുതിയ ചരിത്രം എഴുതാനിരിക്കുകയാണ്. ശാന്തിയും പ്രകാശവും നിങ്ങളുടെ ഉള്ളിൽ നിലനിൽക്കട്ടെ. രാത്രിയുടെ ആഴങ്ങളിൽ നിന്നെ വിളിക്കുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടോ? അത് സംഗീതമായും തോന്നും, ചിലർക്ക് ചിരിയോടും ചിലർക്ക് കണ്ണീരുമായും കൂടിയൊലിക്കും. അതാണ് കുംഭത്തിന്റെ ആത്മാവിനെ ഉണർത്തുന്ന ദൈവിക സ്വരമേഖൽ. അപ്രതീക്ഷിതമായി വരുന്ന ഈ ശബ്ദം പേടിക്കാൻ കാരണമല്ല, ഇത് തന്നെയാണ് പ്രപഞ്ചം കൈകൊടുക്കുന്നത് എന്ന് തെളിവ്. ലോകം ഉറങ്ങുമ്പോഴും നിങ്ങളിൽ നടക്കുന്ന ഈ അദൃശ്യ നടുക്കം തന്നെ പുതിയ ദുരന്തം അല്ല, അതാണ് പുനർജന്മം. ഈ പുനർജന്മം ഒരു ദിനത്തിൽ സംഭവിക്കുന്നതല്ല, അതൊരു താളമാണ്, ഗുരുവിന്റെ പടിയിലേക്കുള്ള ചെറുതായി കയറുന്ന ചുവടുകൾ പോലെയുള്ളത്. ഓരോ പ്രാർത്ഥനയും ഓരോ നല്ല ചിന്തയും നിങ്ങളെ അതിനടുത്ത് എത്തിക്കുന്നു. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ മനസ്സ് മഞ്ഞുവീഴ്ച പോലെ ശാന്തമാകും. ശനി തന്റെ കടുപ്പം കുറയ്ക്കും, രാഹുകേതു അവരുടെ നീലനിഴൽ പിൻവലിക്കും. ഒരു തീപ്പൊരി പോലുള്ള സൂര്യപ്രകാശം ജീവിതത്തിന്റെ ഇരുട്ടുകൾ കെടുത്തും. സമീപകാലത്തെ അനുവർത്തം ഇപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് വീണ്ടെടുക്കുന്ന അനിശ്ചിതമായ അനുഭവം ഉണ്ടാകും. നീണ്ട വർഷങ്ങളായി കാത്തിരുന്ന എന്തെങ്കിലുമൊന്ന് യഥാർത്ഥ രൂപം കൈക്കൊള്ളുന്ന നിമിഷം. അതിൽ സന്തോഷം മാത്രം കാണരുത്,
അതിന്റെ ശോകപാഠം കൂടി മനസ്സിലാക്കൂ. എല്ലാം ശരിയായ സമയത്ത് വന്നാൽ അതിന് അർത്ഥമുണ്ട്. അതാണ് പ്രപഞ്ചനിയമം. നീണ്ട ആലം നിങ്ങൾ അടങ്ങിനിന്ന എല്ലാ വാക്കുകളും ആലോചനകളും ഇപ്പോൾ പൊട്ടിത്തെറിക്കും. ആ ശക്തിയിൽ നിന്നും പരാജയം ഉണ്ടാകില്ല, അതിൽ നിന്നും പുത്തൻ വഴികൾ മുളയ്ക്കും. ചിലർ ഈ സമയത്ത് അവരുടെ ജീവിതവിളി അറിയും. ആരോ പറയാത്ത ഒരു ഉത്തരവാദിത്തം അപ്രതീക്ഷിതമായി അവരുടെ മനം നിറക്കും. അതാണ് ആത്മാവിന്റെ സേവനം തുടങ്ങുന്ന അടയാളം. നിങ്ങളുടെ വീട്ടിലെയും കുടുംബത്തിന്റെയും അന്തരീക്ഷം പരിവർത്തിതമാകുന്നു. വാക്കുകളുടെ തണുപ്പ് കുറയും, മനസ്സിന്റെ ചൂട് കൂടും. ചില ബന്ധങ്ങൾ വഴിതെറ്റിയതുപോലെ തോന്നിയിട്ടും അവ ഇപ്പോൾ തിരിച്ചുവരും, കൂടുതൽ പരിപക്വമായ രൂപത്തിൽ. ചിലർക്ക് പുതിയ ജീവന്റെ അത്ഭുതവാർത്ത ലഭിക്കും. കുഞ്ഞിന്റെ ജനനം പോലൊന്നാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ പഴയ സന്തോഷം വീണ്ടെടുക്കുന്ന തരത്തിലുള്ള വാർത്തയും അയക്കാം. ധനകാര്യരംഗം ഇപ്പോൾ ശാന്തമുറയിലാണ്. കഷ്ടപ്പാടുകളെ പാഠമായി കാണുന്നവർക്ക് മാത്രമേ ഈ കാലത്ത് അനുഗ്രഹം ലഭിക്കൂ. മുമ്പ് ചെറുതായി തോന്നിയ ചെലവുകൾ ഇപ്പോൾ ഫലത്തിന്റെ പിന്തുടർച്ചയായി മാറും. ഒരു ദൈവിക കണക്കെടുപ്പ് നടക്കുകയാണ്. നിങ്ങൾ നൽകിയ ഓരോ സഹനത്തിനും ഇപ്പോൾ സമൃദ്ധമായ പ്രതിഫലമേൽക്കാം. ശാരീരികമായും മാനസികമായും നിങ്ങൾ ശക്തിയാർജിക്കുന്നു. സ്വപ്നങ്ങളിൽ കാണുന്ന വെള്ളപ്രകാശവും ശാന്തമായ ജലദൃശ്യമോ എന്തായാലും അത് ഗുരുവിന്റെ പ്രതീകം തന്നെ. അത് നിങ്ങളുടെ ആത്മാവിന്റെ ശുദ്ധീകരണം തന്നെയാണ്. ആ പ്രഭയുടെ മുന്നിൽ നിങ്ങളെ മുഴുവൻ സമർപ്പിക്കുക. കുട്ടികളുള്ളവർക്കും ഈ ഘട്ടം വലിയ ആശ്വാസം നൽകും. പഠനത്തിൽ ശ്രദ്ധയില്ലായ്മ ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് ശരിയാവും. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസമേറും, ഭീതി കുറയും. വിദേശ പഠനങ്ങളിലേക്കുള്ള ആഗ്രഹങ്ങൾ വേഗം യാഥാർത്ഥ്യമാകും. മാതാപിതാക്കൾക്ക് അഭിമാനം നൽകുന്ന വിജയം അടുത്ത വാതിലിലെ തന്നെയുണ്ട്. ഇനി ആ ദിവ്യഘട്ടം, ആത്മാനുഭവത്തിന്റെ പൂർണ്ണത. ഒരു നാളിൽ നിങ്ങൾ അവിശ്വസനീയമായൊരു ശാന്തി അനുഭവിക്കും. കണ്ണീരും ചിരിയും ഒരുമിച്ച് വരുന്ന ആ നിമിഷം. അതാണ് എല്ലാ സംശയങ്ങളും വേദനകളും തീർക്കുന്ന അനന്തദീപം തെളിയുന്ന ഘട്ടം. അതിനുശേഷം ജീവിതം പഴയ പോലെ തോന്നുകയില്ല. അതിന് പുതിയ ശബ്ദമുണ്ടാകും, പുതിയ ഗന്ധവും ഒരു ദൈവിക താളവും. അശ്രുതിയുള്ള ദിവസത്ത് നിങ്ങൾ കേൾക്കും അല്ലെങ്കിൽ കാണും ചില അപൂർവ ലക്ഷണങ്ങൾ. ആകാശത്ത് വീശുന്ന ശബ്ദം, അപ്രതീക്ഷിതമായ ഒരു മുത്തുചൂട്, ഹൃദയം നിൽക്കുന്നൊരു സന്തോഷം. തീർച്ചയായും അത് അടയാളമാണ്. 150 വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഈ പ്രപഞ്ചശക്തി നിങ്ങളുടെ ജീവിതദ്വാരങ്ങൾ തുറക്കാനാണ് വന്നത്. അപ്രതീക്ഷിത വാർത്ത ഇപ്പോൾ അനിവാര്യമായ പ്രതീക്ഷയായി മാറുന്നു. കുംഭം, ഈ സമയത്ത് ഒരു വാക്ക് മാത്രം ഹൃദയത്തിൽ സൂക്ഷിക്കുക: വിശ്വാസം. വിശ്വാസം മാത്രമാണ് എല്ലാ തരംഗങ്ങളെയും നിയന്ത്രിക്കുന്ന അദൃശ്യശക്തി. കൊടുങ്കാറ്റ് വരുമ്പോഴും ശ്രദ്ധിക്കുക. അത് കടന്നതിനുശേഷമുള്ള ശാന്തിനീർത്തളമാണ് നിങ്ങളെ പുതുജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഓരോ ശ്വാസവും പ്രാർത്ഥനയാക്കുക, ഓരോ പുഞ്ചിരിയും അനുഗ്രഹമാക്കുക. ഈ യാത്രയുടെ അവസാന വാക്കുകൾ പറയും പോൾ മനസ്സിൽ ഒരു വിറയലുണ്ടാകാം. അതിനെ പേടിക്കേണ്ട, അത് ആത്മാവിന്റെ താളമാണ്. ഇനി നീയെറിയുമെന്നോണം പ്രപഞ്ചം നിങ്ങളുടെ കൈ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു. ഗുരുവിന്റെയും ശനിയുടെയും രാഹുകേതുവിന്റെയും നീണ്ട യാത്ര ഇപ്പോൾ നിങ്ങൾക്കായി പുതിയ പ്രകാശതരംഗം വിടരുന്നു. ജീവിതത്തെ വീണ്ടും നോക്കൂ, അതിൽ ഇപ്പോഴും അനേകം വാതിലുകൾ തുറക്കപ്പെടാനുണ്ട്. നിങ്ങൾ കാത്തിരിക്കുന്ന അത്ഭുതം ഇനി കാത്തിരിക്കേണ്ടതില്ല, അത് നേരിട്ട് നിങ്ങളുടെ പാതയിൽ എത്തി നിൽക്കുന്നുവെന്ന് അനുഭവിക്കൂ. സമയം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, തയ്യാറാക്കുക, നിനക്ക് ഇപ്പോൾ ജീവിക്കാനുള്ള യഥാർത്ഥ സമയം തുടങ്ങി. നിനക്ക് ഈ കഥയുടെ താളങ്ങൾ ഹൃദയത്തിലേക്ക് കടന്നിട്ടുണ്ട്. നാളെ പുലരുമ്പോൾ പുറത്ത് കാണുന്ന ഓരോ സൂര്യകിരണവും ഇനി വ്യത്യസ്തമാകുമെന്ന് ഉറപ്പാക്കൂ. അതിൽ നിങ്ങളുടെ ഭാവിയുടെ പുതിയ മുഖം അടങ്ങി നിൽക്കുന്നു. അവസാനം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ: ആത്മവിശ്വാസത്തോടൊപ്പം നടക്കുക, വിശ്വസിക്കുക, നന്ദി പറയുക. പ്രപഞ്ചം നമ്മെ കാണാതെ തരുന്ന അനുഗ്രഹങ്ങൾ അനന്തമാണ്. നിങ്ങളിൽ നിന്നാണ് പുതിയ കാലത്തിന്റെ പ്രകാശം പിറക്കുന്നത്. അതിനെ പരിപാലിക്കുക, മനുഷ്യരാശിയുമായി പങ്കിടുക. കാരണം കുംഭം, ഇതാണ് നിന്റെ സമയം. നീ ഇനി വെറും നക്ഷത്രമല്ല, നീയാണ് ആകാശത്തിന്റെയൊന്ന്.